ധന്യമുള്ള നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഈ പകലിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ശ്രവിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് ഉതകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും അതിനോടനുബന്ധിച്ച് ഉയർന്നു വരുന്ന കുറ്റകൃത്യങ്ങളുമൊക്കെ തന്നെ നോക്കുമ്പോൾ ലോകത്തിൽ ആകമാനം ഇരുട്ട് പരന്നിരിക്കുന്നു. ആ ഇരുട്ടിൻ്റെ വ്യാപാരത്താൽ ജനം പരസ്പരം കൊല്ലുവാനും തല്ലുവാനും അതിലുപരി ആളുകൾ കൂട്ടം കൂടി നിന്ന് ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. അതിലുപരി പൊടുന്നനവേ പൊട്ടിപ്പോകുന്ന കുടുംബ ബന്ധങ്ങൾ, ഒരു നിമിഷം ചിന്തിക്കാൻ പോലും സമയമെടുക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു യുവത, എല്ലാം കൊണ്ടും നമ്മുടെ സമൂഹം വളരെയധികം ദുഷ്കരമായ ഒരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിൻ്റെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ഗാഡ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എനിക്ക് തന്നിരിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. ദയവായി ഒന്ന് വായിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. ജീവന്റെ വെളിച്ചമുള്ളവരാകുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് ലോകത്തോട് തന്നെ പറഞ്ഞു. സ്തോത്രം. ലോകചരിത്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പ്രസ്താവനകളിൽ ഒന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന്. ഇതിന്റെ ഒരു പശ്ചാത്തലം യെരുശലേം ദേവാലയത്തിൽ നടന്ന കൂടാര പെരുന്നാളിന്റെ അവസാനം യേശു ഇത് പറയുന്നത്, അന്ന് രാത്രിയിൽ ദൈവാലയ അങ്കണത്തിൽ വലിയ 4 ദീപസ്തംഭങ്ങൾ തെളിയിക്കുമായിരുന്നു. ആ വെളിച്ചം യെരുശലേം നഗരം മുഴുവനും പ്രകാശിക്കുമായിരുന്നു. ആ താൽക്കാലിക വെളിച്ചത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ലോകത്തിന്റെ ശാശ്വതമായ വെളിച്ചമാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ഞാൻ ലോകത്തിലെ ശാശ്വത വെളിച്ചമാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ലോകത്തിൽ ഇതം പര്യന്തമുണ്ടായ പ്രസ്ഥാനങ്ങൾ ഒരുപാട് കണ്ടും കേട്ടും തഴമ്പിച്ചവരാണ് നമ്മൾ. ഒരു പ്രസ്താവന കഴിയുമ്പോൾ അതിനെ മറച്ചു വയ്ക്കുവാൻ വേറെ പ്രസ്താവനകൾ വരുന്നു. അങ്ങനെ പ്രസ്താവനകളുടെ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസ്താവനകളെയൊക്കെ പാടെ നിലം പരിശയാക്കിക്കൊണ്ട് യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചമായ നമ്മുടെ കർത്താവ്, ആ കർത്താവിനെ അറിയുവാൻ കിട്ടിയ അവസരം ഞാൻ നല്ലതായിട്ട് കരുതുന്നു. 1979 ഡിസംബർ മാസം 24-ാം തീയതി രാത്രി 8:30 മണിക്ക് ഈ വെളിച്ചം എന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിപ്പറ്റി. എന്റെ അർത്ഥം, ഞാൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. യേശു അവരോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കില്ല. അതുകൂടെ പറയാം. യേശുവിനെ അനുകരിക്കുന്നവർ, പിന്തുടരുന്നവർ
ഇരുട്ടിൽ നടക്കില്ല. യേശുവിനെ പിന്തുടരുകയും നീ ഇരുട്ടിലാണ് നടക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പ്രാരംഭമായി വിളിച്ചു പറയാനുള്ളത് നിനക്ക് മടങ്ങി വരവിന്റെ ഒരു കാലമാണ് ഇന്ന്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടാക്കി. ദൈവം വെളിച്ചത്തെയും ഇരുട്ടിനെയും തമ്മിൽ വേർപിരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ യോഹന്നാന്റെ സുവിശേഷം സ്തോത്രം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ഏതു മനുഷ്യനെയും വർണ്ണ വ്യത്യാസമില്ലാതെ, ഉയർച്ച താഴ്ചയില്ലാതെ, വിദ്യാഭ്യത്വമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ മനുഷ്യനാണോ ലോകത്തിലുള്ളത്? നിന്നെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് സ്നേഹിത ലോകത്തിലേക്ക് വന്ന ശ്രീ യേശു ക്രിസ്തു എന്ന് ഇന്ന് പകലിൽ നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തിന്റെ ഉറവിടം ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ക്രിസ്തു തന്നെ, കർത്താവ് തന്നെ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ എന്തു ചെയ്യുന്നു? ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ ഉള്ളവരാകും. കണ്ടോ? യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. അതിന് കാരണമുണ്ട്. യോഹന്നാൻ 1:3-4 അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെന്ന് പറഞ്ഞു. ദൈവം ഇരുട്ടിനെ ഉണ്ടാക്കിയില്ല. വെളിച്ചം എവിടെയുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് ഇരുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിനെ ആരും അങ്ങോട്ട് പറഞ്ഞു വിടണ്ട. ഇരുട്ടെല്ലായിടത്തും വ്യാപരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ ലോകത്ത് മുഴുവനും തിമിർത്താടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയുന്നത്. കണ്ടോ? ദൈവത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ നാം നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയും. തെറ്റുകൾ തിരിച്ചറിയാതെ ആരെങ്കിലും ഈ ശബ്ദം ലൈവിലൂടെ കേൾക്കുന്നുവെങ്കിൽ സ്നേഹിത, നിന്നോട് വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശമാണ്. സ്തോത്രം. വെളിച്ചം വരാത്തിടത്തോളം കാലം നീ തെറ്റിലേക്ക് വഴുതിപ്പെട്ടിരിക്കുന്നു. അതിനുള്ള ഒരു കനകാവസരമാണ് ഈ പകൽക്കാലം നിന്റെ മുൻപിൽ ദൈവം തുറന്നു നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് നോക്കിക്കേ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 9-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തുറന്നോസിന്റെ പാഠശാലയിൽ ഗമാലിയന്റെ കീഴിലിരുന്ന് ന്യായപ്രമാണത്തെ മുഴുവനും പഠിച്ച ശൗൽ സ്തോത്രം മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം പേറിക്കൊണ്ട് യേശുവിന്റെ മാർഗത്തിലുള്ളവരെ ഉപദ്രവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ശൗലിനെ ദമസ്കോസിന്റെ വാതിൽക്കൽ വച്ച് ഒരു വെളിച്ചം കടന്നു പിടിച്ചു. ഒരു വെളിച്ചം അവനെ ചുറ്റി, ഒരു വെളിച്ചം അവനെ ആകർഷിച്ചു. സ്തോത്രം. നമുക്കറിയാം ആ വെളിച്ചം ആരെയെന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തു തന്നെ. സ്തോത്രം. നീ ആരാകുന്നു കർത്താവേ എന്നുള്ള ആ തിരിച്ചുള്ള മറുപടി തന്നെ മനസ്സിലാകുന്നു. വെളിച്ചത്തിന്റെ ഉടയവനായ യേശുവിനോടാണ് അവൻ ചോദിച്ചത്. ഹല്ലേലൂയ. എന്റെ സ്നേഹിതരെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ നീ പിന്തുടർന്നു വന്നിരുന്ന നിന്റെ അനുഷ്ഠാനങ്ങളും നിന്റെ ആചാരങ്ങളും നിന്റെ സ്തോത്ര നേർച്ച കാഴ്ചകളും നിന്റെ ദൈവത്തെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ഇന്ന് പകൽക്കാലം തിരുത്തപ്പെടേണ്ടതാണ്. സംശയമുണ്ടെങ്കിൽ ശൗലിനോടൊന്ന് ചോദിച്ചു നോക്കൂ. അവന്റെ കയ്യിൽ അധികാരപത്രം ഉണ്ടായിരുന്നു. അവൻ ചെയ്തത് വെളിച്ചത്തിന് സാക്ഷ്യമാണ് എന്ന് അവനങ്ങ് തോന്നിത്തുടങ്ങി. പക്ഷേ അതിന്റെ മേൽ
ദൈവം ഇറങ്ങി വന്ന് അവന് സത്യമായ വെളിച്ചം കാണിച്ചു കൊടുത്തു. ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചമായ കർത്താവ്. അവന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഒന്നുകൂടെ പറഞ്ഞ, യേശു സ്വാമി അവനെ തൊട്ടു, അവനെ ആകർഷിച്ചു, അവനിൽ ജീവൻ കൊടുത്തു. സ്നേഹിത, ഒരുപക്ഷെ നീ ചോദ്യങ്ങളുമായി അടുത്ത് കൂടിയേക്കാം. പക്ഷേ നിന്റെ ചോദ്യത്തിന്റെ അപ്പുറത്താണ് എൻ്റെ കർത്താവ്. സ്തോത്ര, ഹല്ലേലൂയ. നീ എവിടെ പോയാലും നിന്റെ അടുത്ത് വന്ന് നിന്നെ തൊടുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് യേശു ക്രിസ്തു, നസ്രേത്തുകാരനായ ശ്രീ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. എൻ്റെ യേശു അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് വായിച്ചതിന്റെ തൊട്ടു മുൻപിൽ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ. സ്തോത്രം, 12 സ്തോത്രം, അതിന്റെ മുൻപ് ഞാൻ സ്തോത്രം പറയാ. ഹല്ലേലൂയ, സ്തോത്ര. വായിക്കുവാൻ സമയമെടുക്കണ്ട, ഞാൻ പറയട്ടെ. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അബദ്ധ സഞ്ചാരം നയിച്ച ഒരു സഹോദരിയെ പരീശന്മാരും ശാസ്ത്രിമാരും പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരു, ഇവളൊരു അബദ്ധ സഞ്ചാരിണിയാണ്. മോശയുടെ ന്യായപ്രമാണം കൽപ്പിച്ചിട്ടുണ്ട്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്ര, നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു നിലത്തെഴുതിയിട്ട് ഒന്നും പറഞ്ഞില്ല. വിസ്താര ഭയത്താൽ ഞാൻ ഓടി മുൻപോട്ട് പോകട്ടെ. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. മോശ പറഞ്ഞ കാര്യം ആദ്യം നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്ര, ഹല്ലേലൂയ, കല്ലുകളുമായി വന്നവർ കല്ലും കൊണ്ട് പിന്നാക്കം പോയി. ഒടുവിൽ യേശുവും സ്ത്രീയുമായി മാത്രം അവിടെയായി. യേശു നോക്കിയിട്ട് പറഞ്ഞു, ആരും നിന്നെ എറിഞ്ഞില്ലേ എന്ന ഒറ്റ ചോദ്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ഈ കേൾക്കുന്ന കേൾവിക്കാരോട് ഞാൻ കൈമാറുകയാണ്. ലോകം മുഴുവനും നിന്നെ കടന്നു വിളിച്ച് വളഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ, ആരും നിന്നെ സഹായിക്കാതെ ഇരിക്കുമ്പോൾ, നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്റെ പേരിൽ കുറ്റം ചാർത്തുമ്പോൾ, നിന്റെ പേരിൽ ദോഷം സങ്കൽപ്പിക്കുമ്പോൾ, ഒരു സഹായത്തിന് വരേണ്ടവർ വരെ പിന്നാക്കം പോയി നിന്ന് നിന്നെ ദൂഷിക്കുന്ന ഒരു സമയമുണ്ട് സ്നേഹിത. എങ്കിൽ ഇന്ന് പകൽക്കാല സ്തോത്രം, യേശു നിന്നെ അവന്റെ സവിധത്തിലേക്ക് വിളിക്കുന്നു. നിന്നെ ഇന്ന് ഈ പ്രവൃത്തികൾ വട്ടം കൂടി നിന്ന് ചെയ്യുന്നവർക്കാർക്കും നിന്റെ മേൽ സ്പർശിക്കാൻ കഴിയില്ല, നിന്നെ തൊടുവാൻ കഴിയില്ല, നിനക്ക് അപമാനം വരുത്തുവാൻ കഴിയില്ല. കാരണം നിന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ ഇറങ്ങി വന്ന ശ്രീ യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം പറയുന്നു, ആരും നിന്നെ തൊടില്ല, ആരും നിന്നെ കല്ലെറിയില്ല. പക്ഷേ ഇനി എറി വരാതെ സൂക്ഷിക്കണം. അതാണ് ദൗത്യം. ഇനി എറി വരാതെ സൂക്ഷിക്കണം. സ്തോത്ര, ഇനി ഇരുട്ടിന്റെ പ്രവൃത്തി നിന്നിൽ വരരുത് എന്ന് സ്ത്രീയോട് പറഞ്ഞു വിട്ട സ്നേഹസമ്പന്നനായ, സ്നേഹത്തിന്റെ സാമ്രാജ്യ സ്ഥാപകനായ യേശുക്രിസ്തു പറഞ്ഞു വിടുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിന് ശേഷം യേശുക്രിസ്തു ലോകത്തോട് പ്രഖ്യാപനം നടത്തുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്കുള്ള അവസരം സ്തോത്രം സമാഗതമായിരിക്കുന്നു. ഇന്ന് പകലിൽ ഒരു തീരുമാനമെടുക്കുവാൻ നിനക്ക് കഴിയണം. സ്തോത്ര, ദൈവാത്മാവ് ഇന്ന് പകൽക്കാല സ്തോത്രം നിന്റെ അന്തരാത്മാവിനോട് സംസാരിക്കുകയാ. പാപത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന നിന്നെ ഇന്ന് പകൽക്കാലം പൊക്കിയെടുക്കുവാൻ യേശുവിന്റെ വെളിച്ചം നീ ആയിരിക്കുന്ന ഇടത്ത് വരുമെന്നതിന് യാതൊരു തർക്കവുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. യേശു തന്റെ അരുമ ശിഷ്യന്മാരെ തന്റെ സവിധത്തിൽ വിളിച്ച് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗിരിപ്രഭാഷണത്തിന്റെ ഗിരിമ ഒട്ടും ചോർന്നു പോകാതെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് പോലെ നിങ്ങളും
ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒന്നുകൂടെ പറയാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മൂല്യച്യുതികൾ കയറി വന്നത്. കടലിൽ നിന്ന് കയറി വരുന്നത് പോലെ മൂല്യച്യുതികൾ വന്നു. മൂല്യച്യുതി സംഭവിച്ചവരാണ് ലോകത്തിന്റെ വെളിച്ചമായി തീരേണ്ടവരാണ്. കരിന്തിരി കത്തിച്ചുകൊണ്ട് സ്തോത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോൾ ഇന്ന് പകൽക്കാലം അവരോടും പറയുവാനുള്ളത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് നിന്റെ തൂലികയിൽ നീ എഴുതി ചേർക്കുന്നതൊക്കെ ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇടം കൊടുക്കുവാനാണെങ്കിൽ പകലിൽ നീ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മ ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ ദൂതായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, സമയം വേഗം മുന്നോട്ട് പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇരുട്ടിൽ ഇരിക്കുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്തോത്രം. വായിക്കാം യെശയ്യാ പ്രവചനം 2-ാം അധ്യായവും സ്തോത്രം, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളൊന്ന് വായിക്കുക. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം, ഈ ലോകം ഇരുട്ടിൽ കിടക്കുന്ന, ഇരുട്ടിലായിരിക്കുന്ന ദൈവ സ്നേഹിതരെ, സ്തോത്രം, ഹല്ലേലൂയ, സത്യാന്വേഷകരെ, സ്തോത്രം, ഈ വചനം ശ്രദ്ധയോടുകൂടെ കേൾക്കണമേ. ഒന്ന് വായിക്കാം യെശയ്യാവ് 2. സ്തോത്രം. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്തോത്രം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിക്കണേ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇരുളിലും പ്രകാശം ലഭിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നു. ബാക്കി താഴോട്ട് വായിച്ചേ. വായിച്ചോ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു കണ്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെങ്കിൽ, വെളിച്ചത്തിന്റെ സാക്ഷികളായി തീരുന്നുവെങ്കിൽ, നിങ്ങൾ മാനസാന്തര സുവിശേഷം യേശു പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കണം. സ്തോത്ര, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭാഗം നിർത്തട്ടെ. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വെളിച്ചം ലോകത്തിന് പ്രകാശം പകർന്ന് കൊടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ ദൗത്യം. അതുകൊണ്ടാണ് സ്തോത്രം ഇവിടുത്തെ ശുശ്രൂഷകന്മാർ സ്തോത്രം മുഴുവനും കേരളത്തിൽ തമ്പടിക്കാതെ സ്തോത്രം ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും ലോകമെമ്പാടും പോയി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. ആ സുവിശേഷം കേട്ട് യേശുവിൽ വിശ്വസിക്കുന്നവര് വിളിക്കുന്ന ഓമന പേരുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അവരോട് ഞാൻ പറയട്ടെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ നീ വിളിക്കുന്ന പദം പുച്ഛത്തോടെയാണെങ്കിൽ നീ മടങ്ങി വരണം. സ്തോത്രം, ഹല്ലേലൂയ. എഫെസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു നിർത്തട്ടെ. വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകേണ്ടതിന്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ അവനിൽ തെരഞ്ഞെടുത്തു. സ്തോത്ര. തെരഞ്ഞെടുത്താൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവൃത്തി ആവശ്യമാണ്. സ്തോത്രം. ഞാൻ വാക്യം മാത്രം വായിച്ചു വിടാൻ പോകുന്നു. യാക്കോബിന്റെ ലേഖനം 2:14 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും സ്തോത്രം പ്രവൃത്തി ഇല്ലാത്തതായാൽ എല്ലാം തീർന്നു. 2:17 അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാതെ ആകയാൽ സ്വതവേ അത് നിർജീവമാകുന്നു. 2:26 ഇങ്ങനെ ആത്മാവ് സ്തോത്രം, ഹല്ലേലൂയ,
സ്തോത്രം സ്തോത്രം. ആത്മാവില്ലാതെ ശരീരം നിർജീവമായി പോകുന്നു. ആ ഭാഗം നിർത്തട്ടെ. നമ്മുടെ വിഷയം WW എന്ന വിഷയമാണ്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. വർഷിപ്പ്, വർക്ക്, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. വിറ്റ്നസ്, സ്തോത്രം. ഒരു വാക്യം പെട്ടെന്ന് വായിച്ച് സ്തോത്രം ഹല്ലേലൂയ. റോമാലേഖനം 10:38 ആ ഭാഗം വായിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 10:38 നിർത്തി ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കണമേ. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ സ്തോത്രം 9-10 വാക്യങ്ങൾ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചേ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയും എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിൽ അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിനും ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. കണ്ടോ? ആരാധനയും വർക്കും സ്തോത്രം എല്ലാം ഹല്ലേലൂയ വിറ്റ്നസും ഈ സാക്ഷ്യത്തിനകത്ത് പൗലോസ്ലീഹ സഞ്ചിതമായി സമ്മേളിച്ചു വച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. സ്തോത്രം ഹല്ലേലൂയ. എന്റെ വാക്കുകൾ വിസ്താര ഭയത്താൽ നിറയ്ക്കട്ടെ. വിസ്താര ഭയം കൊണ്ട് ഞാൻ നിർത്തുവാൻ പോകുന്ന ലോകത്തിന്റെ വെളിച്ചമായി തീർന്ന കർത്താവ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് അസന്നിഗ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ സ്തോത്രം സ്നേഹിതരെ, സ്തോത്രം നീ തയ്യാറാണെങ്കിൽ സമയം കളയരുത്. സ്തോത്രം ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സംഭവ കഥ ചുരുങ്ങിയ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയമില്ല. 1800 അവസാനത്തിലും 1900 ആദ്യ പാദങ്ങളിലും സ്തോത്ര സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, പത്രപ്രവർത്തനായ ചെറുപ്പക്കാരൻ, ഉന്നത കുലജാതനായ ചെറുപ്പക്കാരൻ സ്തോത്രം തന്റെ സാമൂഹിക സ്തോത്രം സേവനത്തിൽ സ്തോത്രം തന്റെ ജാതിയിൽ കുറഞ്ഞ ഒരു സ്തോത്ര സഹോദരിയുമായി അടുപ്പം സ്ഥാപിച്ച് അതിൽ 2 കുട്ടികളുമായി വേറൊരു പുരയിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ സഹോദരനെ പിടിച്ചുകൊണ്ടുപോയി വിസ്താരം നടത്തി തൂക്കുവാൻ വിധിച്ചിരിക്കുന്നു. ഇത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പാർക്കുന്ന ഈ സഹോദരിക്ക് തിരിച്ചറിഞ്ഞു. 2 കുട്ടികളെയും ഒക്കത്തെടുത്തുകൊണ്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വൈസ്രോയി താമസിക്കുന്ന വഴുതക്കാട് വന്നു. അവിടെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞു അവിടെയല്ല വൈസ്രോയി മന്ദിരം, ഇന്നത്തെ രാജഭവനായ വെള്ളയമ്പലത്തിലാണ്. ആ സഹോദരി അവിടെ വന്നു നിലവിളിച്ചു, എന്റെ ഭർത്താവിനെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നു, അദ്ദേഹത്തിനെ ഒന്ന് റിലീസ് ചെയ്യണമെന്ന്. വൈസ്രോയി എങ്ങനെയോ ആ സ്ത്രീയുടെ ശബ്ദം ഒന്ന് തിരിച്ചറിഞ്ഞു. ആളെ വിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ സ്തോത്ര അവളുടെ ഭർത്താവിനെ നാളെ പകലിൽ തൂക്കിക്കൊല്ലുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. വൈസ്രോയി അവിടെ നിന്ന് കത്തെഴുതി അഞ്ചൽക്കാരന്റെ കയ്യിൽ കൊടുത്തു. അവൻ പോകുന്ന വഴിക്ക് അവന്റെ വീട്ടിൽ കയറി. അവന് വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയെ അവൻ കണ്ടപ്പോൾ അവളുടെ നിർബന്ധത്തിന് അവൻ ആ രാത്രി മുഴുവനും താമസിച്ചു. പിറ്റേന്ന് രാവിലെ അവൻ ആ സന്ദേശവുമായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ചെന്നപ്പോൾ അവൻ സ്തോത്ര പൂജപ്പുര അധികാരികൾ കൊടുത്തു. അവർ നിവർത്തി വായിച്ചപ്പോൾ, സ്നേഹിത താമസിച്ചു പോയി, നീ ആ വെള്ള വസ്ത്രത്തിൽ പുതച്ചിട്ടിരിക്കുന്ന അവന്റെ മൃതശരീരമാണ്, നീ വരുവാൻ താമസിച്ചു പോയി. ഈ അഞ്ചൽക്കാരൻ തലേ കൈവച്ച് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ അവസരം നിന്റെ മുൻപിൽ തുറന്നു കൊടുക്കുമ്പോൾ നീ അതും ഇതും പറഞ്ഞ് നിന്റെ ജീവിതം അവസാനിപ്പിക്കരുത്. സമയം മുൻപിലില്ല. ലോകത്തിന് വെളിച്ചം കൊടുത്ത ആ യേശു ക്രിസ്തു നിന്റെ മുൻപിൽ ഉണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. ഇതിന് അവസരം നൽകി തന്ന ജനറൽ എക്സിക്യൂട്ടീവിനോട് എനിക്കുള്ള അഗൈതമായ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറാനാഥ.